Hello guys, welcome to weekly analysis video. So, കഴിഞ്ഞ വീക്കിലി മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും നമുക്ക് അടുത്ത വീക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങളൊരു ട്രേഡറോ ഇൻവെസ്റ്ററോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ വീക്കിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത്. അതായത് കഴിഞ്ഞ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ടാണ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ളത്. സോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ അതിനുശേഷം നമുക്ക് കഴിഞ്ഞ 5 ദിവസവും നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റിയിലൊരു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു റാലി തന്ന് ഈ വീക്കിലും നല്ലൊരു ക്ലോസിംഗ്, അതായത് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗോടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ക്ലോസ് ആയിട്ടുണ്ട്. സോ പ്രധാനമായിട്ടുള്ള ഈ വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുഎസിലെ ഫെഡ് റേറ്റ് കട്ടാണ്. 50 ബേസിസ് പോയിന്റ് ആണ് അവിടെ ഫെഡ് റേറ്റ് കട്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് മാർക്കറ്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റിൽ വ്യാഴാഴ്ച, അതായത് ബുധനാഴ്ചയാണ് ഫെഡ് റേറ്റ് കട്ട് ഉണ്ടായത്. വ്യാഴാഴ്ച നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അന്ന് മാർക്കറ്റ് ക്ലോസ് ആയത് സെല്ലിംഗ് സൈഡാണ്. പക്ഷെ അതിന് പകരം വെള്ളിയാഴ്ച ഒരു നല്ലൊരു ക്ലോസിംഗ് ആണ് മാർക്കറ്റിൽ തന്നത്. നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് മാർക്കറ്റ് കാണിച്ചത്. സോ ഇതാണ് ഒരു ഓവറോൾ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെ ഒക്കെ വീക്കിലി ക്യാൻഡിലും ഡെയിലി ക്യാൻഡിലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീക്കിലേക്ക് നോക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചാർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ചാർട്ട് വഴി നോക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഒരു സെക്ടർ വൈസ് വെച്ചിട്ട് ഈ വീക്കിലെ ഓരോ സെക്ടറിലും എങ്ങനെയാണ് ഓരോ സെക്ടറിന്റെ പെർഫോമൻസ് എന്ന് നോക്കാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ആയിട്ടുള്ള ക്ലോസിംഗ് തന്നിട്ടുള്ള ഈ ഒരു വീക്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റിയിൽ തന്നെ നിഫ്റ്റി IT സെക്ഷൻ നോക്കാം. സോ നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. സോ ഇതൊരു വീക്കിലി ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റി ITയിൽ ഒരു നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈവൻ നിഫ്റ്റി എന്നുള്ള ഒരു ഇൻഡെക്സ് അപ്പായിട്ട് പോലും നിഫ്റ്റിയുടെ IT കമ്പനീസുകൾ ഈ വീക്കിൽ ക്ലോസ് ആയിട്ടുള്ളത് നെഗറ്റീവിലാണ്. അതായത് 2.74% നെഗറ്റീവ് ആയിട്ടാണ് നിഫ്റ്റി IT ഈ വീക്കിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി റിയൽറ്റി നോക്കാം. നിഫ്റ്റിയിൽ അടുത്ത സെക്ടർ നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി റിയൽറ്റിയുടെ ഇൻഡെക്സ് ആണിത്. സോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ്, അതായത് നിഫ്റ്റി റിയൽറ്റി എന്നുള്ള ആ സെക്ടർ ഒരു ബുള്ളിഷ് ആണ് ഈ വീക്കിൽ. IT സെക്ടർ ക്ലോസിംഗ് തന്നത് നെഗറ്റീവിലാണെങ്കിൽ റിയൽറ്റി തന്നത് ബുള്ളിഷ് ആയിട്ടാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ നോക്കാം. നിഫ്റ്റി ഓട്ടോ സെക്ടറും ഈ വീക്കിൽ ബുള്ളിഷ് ആണ്. സോ നിങ്ങൾ ഇങ്ങനെ ഓരോ സെക്ടറും നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിംഗിനെ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഏത് സെക്ടറിലാണ് വീക്ക്നെസ് ഉള്ളത്, സോ ആ സെക്ടറിൽ ചിലപ്പോൾ അടുത്ത വീക്കിൽ നല്ലൊരു ബുള്ളിഷ് ആവാനും നിങ്ങൾക്ക് ഈ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ അങ്ങനെയുള്ള കമ്പനീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ എല്ലാ വീക്കിലും ഏതൊക്കെ സെക്ടറിലാണ് നല്ലൊരു ബുള്ളിഷ്നെസ് ഈ വീക്കിലുള്ളതെന്ന് നമുക്ക് കണ്ടെത്തുന്നത് നല്ലതാണ്. ഒന്ന് ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ റിയൽറ്റി നല്ലൊരു ബുള്ളിഷിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓട്ടോ സെക്ടർ, FMCG തുടങ്ങിയ ഇൻഡെക്സ് ഒക്കെ ബുള്ളിഷ് ആണ്. പക്ഷെ നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ ഒക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ നിഫ്റ്റി 50യുടെ വീക്ക്ലി ചാർട്ടിൽ നോക്കാം. അത് പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത വീക്കിൽ ശ്രദ്ധിക്കാനുള്ളത് നോക്കാം.
ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ക്യാൻഡിൽ, അതായത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലാസ്റ്റ് സിംഗ് ഹൈ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് 25,080 എന്നുള്ള ഒരു മാർക്ക്, ഇതൊരു ലാസ്റ്റ് സിംഗ് ഹൈ ആണ്. അതായത് ലാസ്റ്റ് മാർക്കറ്റ് ഹൈ എടുത്ത് പിന്നെ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തന്നു, ഒരു അപ്സൈഡിലേക്ക് മൂവ് വന്നു, ഇവിടുന്ന് ഒരു ചെറിയൊരു പുൾ ബാക്ക്, എന്നിട്ടൊരു കണ്ടിന്യൂഷൻ. ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് നോക്കാനുള്ളത്. സോ നമുക്ക് ഒരു മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി നമുക്ക് 25,500 എന്നുള്ള ഒരു ലെവൽസും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ഇപ്പൊ മാർക്കറ്റ് ഇൻ കേസ് ഇനിയും ഒരു അപ്സൈഡ് മൂവ്മെന്റ് തരികയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലെവൽസുകൾ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു 25,500 എന്നുള്ള ലെവൽസ് മാർക്കറ്റ് ഈ വീക്കിൽ ഫസ്റ്റ്, അതായത് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്ന ശേഷം തിങ്കളാഴ്ച ബുധനാഴ്ച ഉള്ളിൽ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്ന് ഈ ലെവൽസ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഒരു അപ്സൈഡ് മൂവ്മെന്റുകൾ ഉണ്ടാവാറുള്ളത്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഒരു സ്ട്രെച്ചിൽ മാർക്കറ്റ് ഒരിക്കലും അപ്സൈഡ് പോകില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ ഇപ്പോൾ ഉള്ള ലെവൽസിന് താഴെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസുകളാണ് ഞാനിപ്പോൾ ഫിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷിലാണ് ക്ലോസ് ചെയ്തത്. സോ നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ സിംഗ് ഹൈ, ലാസ്റ്റ് സിംഗ് ഹൈ എന്ന് പറയുന്നത് 53,382 ആണ്. സോ മാർക്കറ്റ് ഇപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു റിവേഴ്സൽ വരികയാണ്, ഒരു പുൾ ബാക്ക് തരികയാണ്, അതായത് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നതിന് ശേഷം പുൾ ബാക്ക് ഉണ്ടാവും. സോ ഈ ഒരു സിംഗ് ഹൈ വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലെവൽസുകൾ നമുക്ക് അടുത്ത വീക്കിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. സോ വീക്ക്ലി ക്യാൻഡിൽ ഇതാണ്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് ബുള്ളിഷ് ആണ്. പക്ഷെ മാർക്കറ്റിൽ എപ്പോഴും ഒരു റീടെസ്റ്റ് ഉണ്ടാവും, ഒരു റിവേഴ്സൽ പാറ്റേൺ. സോ ഇതാണ് നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ നോക്കേണ്ടത്. ഇനി നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസുകൾ വീക്കിലാണ്. അതിനു മുമ്പ് വേറൊരു സിംഗിൾ ഡെയിലി ക്യാൻഡിൽ നമുക്ക് കിട്ടുന്നത് അത് 25,338 എന്നുള്ള ഒരു ഹൈ ആണ്, സിംഗിൾ ഹൈ ആണ്. സോ അത് കഴിഞ്ഞ വീക്കിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് വീക്ക്നെസ് കാണിച്ചിട്ടാണ് ഫ്രൈഡേ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് തന്നത്. സോ ഇൻ കേസ് മാർക്കറ്റ് ഇനി അടുത്ത വീക്കിൽ മാർക്കറ്റ് ഒരു റിവേഴ്സിൽ തന്ന് ഈ 25,000 ഒക്കെ 25,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ലെവൽസുകൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 25,338 എന്നുള്ള ലെവൽ നോക്കാം. സോ ഇതാണ് വീക്ക്ലി ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീക്ക്ലി ക്യാൻഡിൽ വെച്ച അതേ ലെവൽസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. സോ അതൊരു റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, ഏതൊക്കെ ലെവൽസുകളാണ് ശ്രദ്ധിക്കാനുള്ളത് നോക്കാം. സോ 50 മിനിറ്റിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവൽസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലോ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. കാരണം ഇത് ഇവിടെ നിന്നാണ് ലാസ്റ്റ് ഉണ്ടായ ഒരു സിംഗ് ഉണ്ടായത്. ലാസ്റ്റ് സിംഗ്, അതായത് ഫ്രൈഡേ ലാസ്റ്റ് അപ്സൈഡിലേക്ക് പോയ ഒരു സിംഗ്. ഇൻ കേസ് മാർക്കറ്റ് ഫ്രൈഡേ മൺഡേ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ഒരു റിവേഴ്സൽ കാണിച്ചിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ലെവൽ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. മാർക്കറ്റിന്റെ കണ്ടീഷനും അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ലെവൽസ് വെച്ച് ആ ലെവൽസിലെ അവിടെയുള്ള പ്രൈസ് ആക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഫസ്റ്റ് അതാണ്. രണ്ടാമത്തെ ലെവൽസ് നമ്മൾ ഇവിടെ വരച്ച് അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ 25,500 എന്നുള്ള ലെവൽസുകൾ 50 മിനിറ്റിൽ ഒരു ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. അതിനുശേഷം നമുക്ക് നോക്കാനുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായ ഒരു ലോ, ആ ഒരു ലോയിലും മാർക്കറ്റ് ഇൻ കേസ് 25,000 ഒക്കെ ബ്രേക്ക് 25,500 ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ലോ നമുക്കൊരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് കണക്കാക്കാൻ പറ്റും. സോ ഈ ഒരു ലെവൽസുകളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ, അതായത് കഴിഞ്ഞ ഫ്രൈഡേയിൽ ഉണ്ടായ ഒരു സിംഗ് ഹൈ ഉണ്ട്. അത് കഴിഞ്ഞ് അത് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ വീക്ക്ലി തന്നെ പറഞ്ഞ 53,382 പിന്നെ വരാനുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് ആണ്. ഈ ഒരു ലെവൽസ് അതായത് 53,000 ആണ് ഒരു സൈക്കോളജിക്കൽ ലെവൽസ് കൂടിയാണ്. അതും കൂടി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് ആയിട്ട് നോക്കാം. സോ വീക്ക്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈലാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാ സെക്ടറും ഓൾ ടൈം ഹൈലാണ്.
പക്ഷെ നിഫ്റ്റിയിലെ പല സെക്ടറുകൾ ഇപ്പോഴും വീക്കിലാണ്. നിഫ്റ്റി IT പോലുള്ള സെക്ടർ ഇപ്പോഴും വീക്ക്നെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങളൊരു ഇൻവെസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള നല്ല IT കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുള്ളിഷ് ആവാനുള്ള ഒരു പോസിബിലിറ്റി അടുത്ത വീക്കിൽ നിഫ്റ്റി ഇനിയും അപ്സൈഡ് പോവുകയാണെങ്കിൽ. സോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയുടെ ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൽ കൂടി IT സെക്ടറൊക്കെ അതിനൊപ്പം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടി സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് വീക്കിലി അനാലിസിസ് വീഡിയോയിൽ പറയാനുള്ളത്. സോ നമുക്ക് നാളെ മൺഡേക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായിട്ട് നോക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.